വെക്കാന് ഉൾവശത്ത് നിന്ന് ഇങ്ങനെ അതിന്റെ വശത്തോട്ട് മറിച്ചു കൊടുക്കുക. കഴുത്തിന്റെ അവിടെ ചെറുതായിട്ട് മടക്കി കൊടുക്കുക. അവര് വന്നതിന് ശേഷം വേണം പോയിട്ട് പറഞ്ഞാൽ മതി. കാരണം അവിടെ ഇങ്ങനെ വരിക കട്ടായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് ചെറുതായിട്ട് നമ്മൾ കൊടുക്കുക. വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ നമുക്ക് 1 ഇഞ്ച് വീതി അതിന് കണക്കാക്കിയിട്ട് ഇവിടെ ഇതിന്റെ കയ്യിൽ മടക്കിയിട്ട് ഒരു ചവിട്ടിന് ഒരടി ഇടിച്ചു കൊടുക്കുക. ഇതാണ് ചവിട്ട് വീതി എന്ന് പറയുന്നത്. ചവിട്ട് വീതി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അതിന് ഒരു വർഷം ഒരുവിധക്കാർക്ക് അറിയില്ല. ചവിട്ട് വീതി എന്ന് പറയുന്ന വീതി ഇതായി ഇപ്പൊ ഈ അടിച്ച വീതിയാണ്. ഇനി ചവിട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ചവിട്ടിന്റെ ഈ ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ള ഇതാണ് ചവിട്ട് വീതി എന്ന് പറയുന്ന വീതി. അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ചവിട്ട് വീതി എന്താണെന്നുള്ളത്. ഇനി ഇതിനെ മാറിന് ഇതുപോലെ മാറിനെ അടിച്ചെടുക്കുക. ഇതിപ്പോ കുളത്തിന് വേണ്ടി കുളത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഹുക്ക് എന്ന് പറയും. സിബല്ല. സിബിനാണെങ്കിൽ ഈ മാറിന്റെ ആവശ്യമില്ല. നമുക്കിതിന് ഹുക്ക് കൊളുത്താനുള്ള സ്റ്റിച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കുക. അടിച്ചന്നെ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഓരോ ഹോളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു 1, ഒരു 2, 3, 4 4 ഹുക്ക് മതി. ആ 4 ഹുക്കിന് കണക്കാക്കിയിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഹോൾ ഉണ്ടാക്കുന്നതിനൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ കണ്ട നമ്മുടെ ചവിട്ട് വീതിക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതിലാണ് ഹുക്ക് കൊളുത്തി കൊടുക്കാനുള്ള ഹോളാണ്. അത് പണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കയ്യേറ്റ് തുന്നി കൊടുക്കുന്നു സൂചിയായിട്ട്. അതിന് പകരം ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് അടിച്ചെടുത്താൽ തന്നെ ഹുക്കില് കയറ്റി വെക്കുക. അപ്പൊ 4 ഹുക്കിന് നമ്മൾ 1, 2, 3, 4 ഹുക്ക് കൊളുത്താനുള്ള ഹോൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ബാക്ക് പീസ് മറ്റേ മെയിൻ പീസ് മേൽമാറ് ഇവിടെ എടുത്തിട്ട് 2 പീസ് കൂടെ ഒന്നിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മേൽമാറിൽ നിന്ന് അടിമാറ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് മേൽമാറ് മേലെ വെക്കുക. അടിമാറ് ഉള്ളിൽ കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഇതുപോലെ കയറ്റി അറ്റാച്ച് ചെയ്തു. അപ്പൊ ബാക്ക് പീസിന്റെ വർക്ക് കഴിഞ്ഞതാണ്. ഇതിൽ ഹുക്ക് വരും. ഇതിൽ കൊളുത്തി കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് റെഡിയായി. സിപ്പിന് പകരം കൊളുത്തി വരും. അപ്പോ ഇനി ഫ്രണ്ടിന് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിന്റെ കയത്താണ് നമ്മൾ അടിച്ചു മറിച്ച് കാണിച്ചത്. ഇനി നമുക്ക് ഒന്ന് ലെവലായിട്ട് മുമ്പൊക്കെ ഫ്രണ്ട് എടുക്കണമെങ്കിൽ നമുക്ക് വെട്ടി ലെവലാക്കി കൊടുക്കുക ആദ്യം. ഇത് ബാക്കുമേ ചെയ്ത പോലെ തന്നെ റിഗാളുകള്
ചീത്തവശത്തോട് ഇട്ടിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് അറ്റാച്ച് ചെയ്ത് അടിച്ചു മറിച്ചു കൊടുക്കുക. ഒരു വലിയ പോലെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെച്ചിട്ട് കൊടുക്കുന്നത് ഒരു ഭാഗം ആദ്യം നമ്മൾ ഫൈനലി അടിച്ചിട്ട് മറ്റു ഭാഗം ചെയ്തടിക്കുന്നത്. അടിച്ചു മറിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ലെവലാക്കി എടുക്കുക. ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ മറിച്ചിട്ടിട്ട്